ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം എന്നത് കേവലം താരിഫുകൾ ചുമത്തുന്ന ഒരു പ്രക്രിയ എന്നതിനുപരിയായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ആഗോള വ്യാപാര ബന്ധങ്ങളെയും സമൂലമായി മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്രമായ നയതന്ത്രമാണ്. ഉയർന്ന താരിഫ് നിരക്കുകൾ, വ്യാപാര കമ്മിയുടെ കുറവ്, ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് ഡോളറുകൾ എന്നിങ്ങനെ ഒറ്റനോട്ടത്തിൽ ട്രംപിന്റെ നയങ്ങൾ വിജയിച്ചതായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ നിരവധിയാണ്. താൻ ഈ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുടെ കാഴ്ചപ്പാട് ഇതിന് നേർ വിപരീതമാണ്. അവരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഈ നയങ്ങൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ദോഷങ്ങൾ വരുത്തിവെക്കുന്നവയാണ്. അതിനാൽ രാജ്യം യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെന്ന് തന്നെ പറയാം. ട്രംപിന്റെ ഈ വ്യാപാര നയങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക എന്നിവയാണ്. ഇതിനായി അദ്ദേഹം ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫുകൾ, അതായത് നികുതികൾ ചുമത്തി. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് പദവിയിൽ അമേരിക്കയുടെ ശരാശരി താരിഫ് നിരക്ക് ഏകദേശം 2.5% നിന്ന് 17 മുതൽ 19% കുതിച്ചുയർന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പുറമേക്ക് വിജയമെന്ന് തോന്നിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ട്രംപിന്റെ നയങ്ങൾ സൃഷ്ടിച്ചു എന്നത് സത്യമാണ്. ഉദാഹരണത്തിന്, വ്യാപാര കമ്മിയിൽ വലിയ കുറവുണ്ടായി. ചൈനയുമായുള്ള വ്യാപാര കമ്മി കഴിഞ്ഞ 21 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. അതുപോലെ ഈ ഉയർന്ന താരിഫുകൾ വഴി അമേരിക്കൻ സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് ഡോളർ ഒഴുകിയെത്തി. ഇത് ട്രംപ് തന്റെ നയങ്ങളുടെ വിജയമായി ഉയർത്തിക്കാട്ടി. യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം തുടങ്ങിയ 8 രാജ്യങ്ങളുമായി ട്രംപ് വ്യാപാര കരാറുകൾ ഉണ്ടാക്കി. ഈ കരാറുകളിലൂടെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% മുതൽ 20% വരെ താരിഫുകൾ ചുമത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ ഈ താൽക്കാലിക നേട്ടങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ നിരവധിയാണെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാമതായി, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുമ്പോൾ ആ അധിക ചെലവ് അവസാനം അമേരിക്കൻ ഉപഭോക്താക്കളാണ് വഹിക്കേണ്ടി വരുന്നത്. ഇത് പണപ്പെരുപ്പമുയരാൻ കാരണമാകുന്നു. ഉദാഹരണത്തിന്, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയ്ക്ക് വില വർദ്ധിക്കുമ്പോൾ അത് സാധാരണക്കാരുടെ വാങ്ങൽ ശേഷിയെ സാരമായി ബാധിക്കുന്നു. രണ്ടാമതായി, ഈ നയങ്ങൾ തൊഴിൽ നഷ്ടങ്ങൾക്ക് കാരണമാകും. താരിഫുകൾ വർദ്ധിക്കുമ്പോൾ ഉൽപാദന ചെലവ് കൂടുന്നു. ഇത് പല കമ്പനികളെയും ഉൽപാദനം കുറയ്ക്കാൻ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ഉൽപാദന കേന്ദ്രങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റാൻ നിർബന്ധിതമാകും. ഇത് അമേരിക്കയിൽ തൊഴിൽ നഷ്ടങ്ങൾക്ക് വഴിവെക്കും. ഉദാഹരണമായി, ഒന്റാറിയോയിലെ പ്രീമിയർ ഡഗ് ഫോർഡ് ചൂണ്ടിക്കാട്ടിയത് ട്രംപിന്റെ താരിഫുകൾ കാരണം അമേരിക്കയിൽ മാത്രം 37,000 നിർമ്മാണ ജോലികൾ നഷ്ടപ്പെട്ടെന്നാണ്. മൂന്നാമതായി, ട്രംപ് ഉണ്ടാക്കിയ പല വ്യാപാര കരാറുകളും അവ്യക്തമാണ്. യൂറോപ്യൻ യൂണിയനും ജപ്പാനും അമേരിക്കയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്താമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ നടപ്പാക്കുമെന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ല. ഇത് മുൻപ് ചൈനയുമായുള്ള ഫേസ് 1 കരാറിലും സംഭവിച്ചിട്ടുണ്ട്. ഈ കരാറുകൾക്ക് ഒരു നിയമപരമായ പിൻബലമില്ലാത്തത് അവയുടെ വിജയത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നു. കൂടാതെ ട്രംപിന്റെ താരിഫുകളുടെ നിയമപരമായ സാധുതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ചാണ് ട്രംപ് തന്റെ നയങ്ങളെ ന്യായീകരിക്കുന്നത്. എന്നാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ച് നിയമ പോരാട്ടങ്ങൾ നടക്കുന്നുമുണ്ട്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഈ നയങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കും. വ്യാപാര യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങൾ പ്രതികാര താരിഫുകൾക്ക് മുതിരാത്തത് ഒരു പരിധിവരെ ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു എന്നത് ഒരു നല്ല കാര്യമാണ്. എന്നാൽ ഇന്ത്യ, ബ്രസീൽ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഏകപക്ഷീയമായി താരിഫ് വർദ്ധിപ്പിച്ചത് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായി. അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാമ്പത്തിക വിദഗ്ധനായ മൈക്കൽ സ്ട്രെയിൻ പറയുന്നത് പോലെ, ഒരു സാമ്പത്തിക വീക്ഷണകോണിൽ നോക്കുമ്പോൾ ട്രംപ് ഈ വ്യാപാര യുദ്ധത്തിൽ വിജയിക്കുന്നില്ല. സ്വന്തം രാജ്യത്തിന് സാമ്പത്തിക ദോഷം വരുത്താൻ ട്രംപിന് മടിയില്ല. എന്നാൽ മറ്റു രാജ്യങ്ങൾക്ക് അതിന് മടിയില്ല. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ നയങ്ങൾ താൽക്കാലികമായി ചില നേട്ടങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ ഉപഭോക്താക്കൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് ദോഷമാകാനാണ് സാധ്യത. ഈ നയങ്ങൾ അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെയും വ്യാപാര ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് വരും കാലങ്ങളിലാണ് വ്യക്തമാവുക. അതിനാൽ ട്രംപിന്റെ വ്യാപാര യുദ്ധം ചരിത്രത്തിൽ എങ്ങനെ രേഖപ്പെടുത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.